ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു. യമനിയമങ്ങളിൽ രണ്ടാമത്തേതായ സത്യം. സത്യത്തിനു വേണ്ടി എന്തിനേയും ബലിയർപ്പിക്കാം. ഒന്നിനു വേണ്ടിയും സത്യത്തെ ബലിയർപ്പിക്കരുത്. തല പോയാലും സത്യം പറയണം. സത്യത്തിൻ്റെ ഉയർന്ന പടിയിലേക്കെത്താൻ ഒരു സാധകനും ഉടനെ കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ നിൽക്കുന്ന സത്യത്തിൻ്റെ താഴ്ന്ന പടിയിൽ നിന്നും അതിൻ്റെ ഉയർന്ന പടിയിലേക്കും അതിൽ നിന്നും അടുത്ത പടിയിലേക്കും ഇങ്ങനെ നമുക്ക് സാവധാനം പുരോഗമിച്ചാൽ സത്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന പടിയിലെത്താം. പണത്തിനോ പ്രശസ്തിക്കോ അധികാരത്തിനോ വേണ്ടി കള്ളം പറയുമ്പോൾ നമ്മൾ ഭൗതിക ലാഭത്തിനു വേണ്ടി സത്യത്തെ ബലിയർപ്പിക്കുകയാണ്. ഒരാൾ തല പോയാലും സത്യം പറയുമെങ്കിൽ സത്യത്തെ സംരക്ഷിക്കുന്നവനെ സത്യം സംരക്ഷിക്കും. ഒരു വാക്ക് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അനുഷ്ഠിക്കാൻ പറ്റാത്തത് പറയരുത്. പറയുന്നത് അനുഷ്ഠാനത്തിൽ കൊണ്ടുവരികയും വേണം. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യമപ്രിയം. സത്യം പറയണം, പ്രിയമുള്ളതും പറയണം. അപ്രിയങ്ങളായ സത്യങ്ങൾ പറയരുത്. സത്യമാണെങ്കിലും നമ്മുടെ സന്തോഷത്തിന് എതിരാണെങ്കിൽ അത്തരം കാര്യം നമ്മൾ പറയുന്നില്ല. അതല്ല ഇവിടെ പറയുന്നത്. സത്യമാണെങ്കിലും അത് ലോകത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ നന്മയ്ക്ക് എതിരാണെങ്കിൽ പറയരുതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സത്യം അപ്രിയമായിരിക്കുന്നത് വ്യക്തിയുടെ സന്തോഷത്തെ ആശ്രയിച്ചല്ല, ലോകത്തിൻ്റെ നന്മയെ ആശ്രയിച്ചാണ്. ഒരിക്കലൊരു സന്യാസിയോടൊരു വേട്ടക്കാരൻ ചോദിച്ചു, ഇതുവഴി ഒരു മാൻ ഓടിപ്പോകുന്നത് കണ്ടോ എന്ന്. ആ സന്യാസി പറഞ്ഞു, ഞങ്ങൾ സന്യാസിമാരാണ്. നിങ്ങളെപ്പോലെയുള്ള വ്യാവഹാരിക സാമർഥ്യം ഞങ്ങൾക്കില്ല. കണ്ട കണ്ണിന് പറയാൻ കഴിയില്ല, പറയുന്ന നാക്ക് കണ്ടിട്ടുമില്ല. ഇങ്ങനെ സന്യാസി സത്യം പറയുകയും മൃഗത്തെ സംരക്ഷിക്കുകയും ചെയ്തു. യാതൊരു ഭൗതിക ലാഭത്തിന് വേണ്ടിയും സത്യത്തെ ബലിയർപ്പിക്കാത്തവരാണ് സത്യോപാസകൻ. സത്യത്തിനു വേണ്ടി സകല കാമങ്ങളെയും ത്യജിക്കുന്നവൻ സ്വയം സത്യത്തെ പ്രാപിക്കുന്നു. അതോടെ മരണഭയം എന്നേക്കുമായി അവനെ വിട്ടുപോവുകയും ചെയ്യും. വാക്കിലും പ്രവൃത്തിയിലും മനസ്സിലും സത്യം നിലനിർത്തണം. ത്രികരണ ശുദ്ധി ഉണ്ടായിരിക്കണം. നമുക്കനുഭവമില്ലാത്ത ആത്മീയ കാര്യങ്ങൾ പ്രസംഗിച്ചു നടക്കുന്നതും സത്യബോധമില്ലാത്തതിൻ്റെ ലക്ഷണമാണ്. ചിലർ മനസ്സിലൊരു കാര്യം വെച്ചിട്ട് മറ്റൊന്ന് പറയുന്നത് കാണാം. വാക്കിലുള്ളത് പ്രവൃത്തിയിൽ കാണില്ല, മനസ്സിലുള്ളത് പ്രവൃത്തിയിൽ കാണും. ഇങ്ങനെ വാക്കും മനസ്സും പ്രവൃത്തിയും തമ്മിൽ എപ്പോഴും പൊരുത്തപ്പെടുന്നില്ല. മനുഷ്യൻ എപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി സംസാരിക്കുന്നു. പറഞ്ഞത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ അവൻ്റെ സ്വാർത്ഥ താല്പര്യം അവനെ അനുവദിക്കുന്നില്ല. ഈ സ്വാർത്ഥ താല്പര്യത്തെ ബലിയർപ്പിക്കാനുള്ള ശക്തി സത്യോപാസകന്മാർക്കേ ഉള്ളൂ. നമുക്ക് നചികേതസിനെ പോലെ സത്യസന്ധത ഉണ്ടായിരിക്കണം. നചികേതസിൻ്റെ അച്ഛൻ ഒരു യാഗം നടത്തി. യാഗത്തിൻ്റെ ലക്ഷ്യം തനിക്കുള്ളതെല്ലാം ത്യജിക്കണമെന്നതാണ്. പക്ഷേ നചികേതസിൻ്റെ അച്ഛൻ അത്രത്തോളം സത്യസന്ധനായിരുന്നില്ല. അയാൾ യാഗത്തിൽ ദാനം ചെയ്തത് രോഗം വന്നതും ഉപയോഗമില്ലാത്തതുമായ പശുക്കളെയായിരുന്നു. അച്ഛൻ്റെ പ്രവൃത്തിയിൽ മനം നൊന്ത നചികേതസ് അച്ഛന് അധോഗതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയും കൂടി ദാനം ചെയ്യുവാൻ തീരുമാനിച്ചു. തന്നെ ആർക്കാണോ അച്ഛൻ ദാനം ചെയ്യുന്നതെന്ന് അച്ഛനോട് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ദേഷ്യം കൊണ്ട് അച്ഛൻ പറഞ്ഞു, നിന്നെ ഞാൻ കാലന് കൊടുക്കാൻ പോകുന്നെന്ന്. അച്ഛൻ്റെ വാക്ക് സത്യമാകാൻ വേണ്ടി, അച്ഛന് ഉയർന്ന ഗതി ഉണ്ടാകാൻ വേണ്ടി നചികേതസ് യമലോകത്തേക്ക് പുറപ്പെട്ടു. അപ്പോൾ അവിടെ യമനില്ലായിരുന്നു. ഭക്ഷണം കഴിക്കാതെ 3 ദിവസം യമനെയും കാത്തിരുന്നതുകൊണ്ട് യമൻ വന്നപ്പോൾ തൻ്റെ അതിഥി ഭക്ഷണം കഴിക്കാതിരുന്നതിനുള്ള പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി 3 വരങ്ങൾ നൽകാൻ യമൻ തീരുമാനിച്ചു. ഒന്നാമത്തെ വരമായി അച്ഛന് തന്നോട് തോന്നിയ കോപം ശമിക്കണമെന്നും, രണ്ടാമത്തെ വരമായി യജ്ഞത്തിൻ്റെ രഹസ്യം അറിയണമെന്നുമുള്ള നചികേതസിൻ്റെ 2 വരങ്ങളും യമൻ സാധിച്ചു കൊടുത്തു. മൂന്നാമത്തെ വരം കൊണ്ട് മരണത്തിൻ്റെ രഹസ്യം അന്വേഷിച്ച നചികേതസിനോട് ഈ രഹസ്യമൊഴിച്ച് മറ്റേതെങ്കിലും ആവശ്യം വരിച്ചു കൊള്ളാൻ യമൻ ഉപദേശിച്ചു. അതിനു പകരം 100 പുത്രന്മാരും ഭൂമിയിൽ വലിയ സാമ്രാജ്യവും ഭൗതികമായ എല്ലാ സുഖങ്ങളും ദീർഘായുസ്സും തരാമെന്ന് യമൻ വാഗ്ദാനം ചെയ്തു. അങ്ങ് തരാമെന്ന് പറഞ്ഞ ഈ സുഖങ്ങളൊക്കെ അനിത്യമാണ്. ജ്ഞാനം മാത്രമേ നിത്യമുള്ളൂ.
എന്നു പറഞ്ഞ് നചികേതസ് യമന്റെ എല്ലാ പ്രലോഭനങ്ങളെയും നിഷേധിച്ചു. കർമ്മം കൊണ്ട് നേടാവുന്നതെന്തും അനിത്യമാണെന്നും മനസ്സിലാക്കിയ ആളായിരുന്നു യമൻ. സ്വർഗാദി പ്രലോഭനങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാൻ പൂർവജന്മത്തിൽ കഴിഞ്ഞില്ല. പൂർണ്ണമായി കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് യമന് യമപദവി ലഭിച്ചത്. നചികേതസ് അണിമാദികളായ എല്ലാ സിദ്ധികളെയും ഉപേക്ഷിച്ചതുകൊണ്ട് ആത്മജ്ഞാനത്തിന് യോഗ്യനാണെന്ന് യമൻ കണ്ടു. ഇവിടെയാണ് അറിവ് നേടാനുള്ള യോഗ്യത തെളിയുന്നത്. അതുകൊണ്ടാണ് ഭൗതികമായ എല്ലാ ലാഭങ്ങളെയും ബലിയർപ്പിച്ച നചികേതസിന് സത്യം ഉപദേശിച്ചു കൊടുക്കാൻ യമൻ നിർബന്ധിതനായത്. സത്യത്തിനു വേണ്ടി എല്ലാം ഉപേക്ഷിച്ചവനെ സത്യത്തെ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്നതാണ് കഥ. സത്യം എന്താണ് എന്ന് തെളിയിക്കുന്ന മറ്റൊരു കഥ. സത്യകാമൻ എന്നൊരു ബാലൻ സന്യസിക്കാൻ ഒരു ഗുരുവിന്റെ അരികിലെത്തി. ബാലൻ ബ്രാഹ്മണനാണോ എന്ന് ഗുരു അന്വേഷിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് കുട്ടി പോയി. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ പല വീടുകളിലും ജോലി നോക്കിയിട്ടുണ്ടെന്ന്. ബാലനിത് ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, നീ ബ്രാഹ്മണനാണെന്ന്. കാരണം സത്യം പറയുന്നവനാണ് ബ്രാഹ്മണൻ. സത്യത്തെ മറ്റൊന്നിനു വേണ്ടിയും ബലിയർപ്പിക്കാത്തവനാണ് ബ്രാഹ്മണൻ. കുട്ടിയെ ബ്രാഹ്മണനായി കണ്ട ഗുരു ശാസ്ത്രദീക്ഷ നൽകി. നമ്മൾ സത്യം പറയുന്നത് ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എങ്കിൽ ആയിരക്കണക്കിന് സാഹചര്യം മാറി വരുമ്പോൾ ഒരു സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമെങ്കിൽ സത്യത്തെ ബലിയർപ്പിച്ചും ധർമ്മത്തെ സംരക്ഷിക്കാം. സത്യം പറയുന്നത് ഒരു ദൗർബല്യമായി തീരരുത്. ഗ്രന്ഥപാരായണം തുടരും.